കുത്തി ഒലിക്കണ വെള്ളത്തിൽ ഒരു പെൺകുട്ടി കാട്ടുന്ന കാഴ്ച കണ്ടങ്ങള്. ഇറങ്ങല്ലേ 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 എന്ന് 100 വട്ടം ആ കരയിലിരിക്കുന്ന ആൾക്കാർ വിളിച്ച് വിളിച്ച് പറയുകയാണ്. എന്നിട്ടും ആ വാക്കിന് പോലും ഒരു വില പോലും കൊടുക്കാതെ ഈ പെൺകുട്ടി അവിടെ നിന്നും വീഡിയോവും ഫോട്ടോഷൂട്ടുകളും എടുത്തുകൊണ്ട് ആർമാദിച്ചിരിക്കുകയാണ്. പല പല രക്ഷാപ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം 2 ദിവസം മുമ്പിട്ട് ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു പയ്യൻ മരണപ്പെട്ടിരിക്കുന്നു. ആ ന്യൂസ് നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നറിയുമ്പോൾ, ഒരാൾ പ്രശ്നത്തിലാണ് എന്നറിയുമ്പോൾ അവിടേക്ക് പോകുക, അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക. അത് രാജേഷ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 2018-ലും അതിനുശേഷം വയനാട് ഒക്കെ സംഭവം, വയനാട് ദുരന്തം ഉണ്ടായപ്പോഴുമൊക്കെ അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകൾ, അവരുടെ സ്വന്തം ജീവന് പോലും അവർ ഒരു വിലയും കൽപ്പിക്കാതെ ഒരുപാട് പേരുടെ ജീവിതം അത് വെറുതെ നമ്മൾ 3 പേര് മാത്രം ആ വീട്ടിൽ എന്ത് ചെയ്യാൻ? അച്ഛനും കൂടി ഉണ്ട്. അച്ഛൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ മക്കളായിട്ട് മാത്രമല്ല ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനെ ഞാൻ പറയും. പക്ഷേ അച്ഛൻ പറഞ്ഞ് എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല, എന്നെ ഇതുവരെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ ഇനി എവിടെയെങ്കിലും കിട്ടും. ലാസ്റ്റായിട്ട് അച്ഛൻ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. എന്നെ വീഡിയോ കോൾ വിളിച്ച് എൻ്റെ കൈ കണ്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ടെന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ എമർജൻസി എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് റേഞ്ച് ഇല്ല, ഒന്നുമില്ല. അതിനുശേഷമാണ് പിറ്റേ ദിവസമാണ് അറിയണം എൻ്റെ അച്ഛൻ ഇതേപോലെ ഒരു അപകടത്തിൽപ്പെട്ട്. പിന്നെ ഈ കഴിഞ്ഞ മെനിങ്ങാന്നാണ് അച്ഛനെ കണ്ടെന്ന് പറഞ്ഞ. അതിനുശേഷം ബൈ ചാൻസിൽ നിങ്ങൾക്ക് അവിടുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റി, രക്ഷാപ്രവർത്തനങ്ങളിൽ ആളുകൾ വരും. ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ആളുകൾ വന്നു ചേരുന്ന സമയത്ത് അവർ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ട ആ ജലാശയങ്ങളിലായിക്കോട്ടെ, പല പല രക്ഷാപ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം 2 ദിവസം മുമ്പിട്ട് ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു പയ്യൻ മരണപ്പെട്ടിരിക്കുന്നു. ഇറങ്ങല്ലേ 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 എന്ന് 100 വട്ടം ആ കരയിലിരിക്കുന്ന ആൾക്കാർ വിളിച്ച് വിളിച്ച് പറയുകയാണ്. എന്നിട്ടും ആ വാക്കിന് പോലും ഒരു വില പോലും കൊടുക്കാതെ ഈ പെൺകുട്ടി അവിടെ നിന്നും വീഡിയോവും ഫോട്ടോഷൂട്ടുകളും എടുത്തുകൊണ്ട് ആർമാദിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യുക സമൂഹമേ? അവിടുന്ന് ബൈ ചാൻസ് നിനക്കൊന്നും പറ്റിയില്ല. കുത്തിയൊലിക്കുന്ന ജലാശയങ്ങളിലോട്ടൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് ആളുകൾ വന്ന് നിന്നെയൊക്കെ സഹായിക്കുമ്പോൾ അവർക്കും ഒരു കുടുംബമുണ്ട്. സ്വന്തം ജീവന് പോലും വില കൊടുക്കാതെയാണ് അവർ സ്വന്തം രക്ഷാപ്രവർത്തനങ്ങളിലോട്ട് ഇറങ്ങുന്നത്.